മലയാളികളുടെ പ്രിയപ്പെട്ട നടനാണ് ദിലീപ്. മിമിക്രി വേദിയിൽ നിന്നും മലയാള സിനിമയിലേക്ക് കടന്നു വരികയും പിന്നീട് മുൻനിര നായകന്മാരിൽ ഒരാളായി മാറുകയും ചെയ്ത താരമാണ് അദ്ദേഹം. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ നിരവധി കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷകരുടെ ജനപ്രിയ നായകനായി മാറാൻ ദിലീപിനായി. ചെറിയ വേഷമായിരുന്നു ഈ ചിത്രത്തിലെങ്കിലും പിന്നീട് നിരവധി ചിത്രങ്ങളാണ് താരത്തെ തേടിയെത്തിയത്. ഇടയ്ക്ക് വെച്ച് വിവാദങ്ങൾ തലപൊക്കിയെങ്കിലും ഇന്നും ദിലീപിനെ ആരാധിക്കുന്നവർ നിരവധിയാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അദ്ദേഹം കൊച്ചിയിൽ നടിയാക്രമിക്കപ്പെട്ട കേസിൻ്റെ പിന്നാലെയാണ്. എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത്. ഇപ്പോൾ തൻ്റെ സിനിമാ തിരക്കുകളിലാണ് ദിലീപ്. നിരവധി ചിത്രങ്ങളാണ് അണിയറയിൽ ഒരുങ്ങുന്നത്. ഇപ്പോഴത്തെ ദിലീപിനെതിരെ സംവിധായകൻ പരാതി നൽകിയ സംഭവമാണ് വീണ്ടും സോഷ്യൽ മീഡിയയിൽ ചർച്ചയ്ക്ക് വഴിയൊരുക്കിയിരിക്കുന്നത്. മലയാള സിനിമയിലെ വലിയ വിവാദമായി മാറിയ സംഭവമായിരുന്നു ഇത്. തൻ്റെ പക്കൽ നിന്നും അഡ്വാൻസ് വാങ്ങിയ ശേഷം മറ്റൊരു സിനിമയിൽ അഭിനയിക്കാൻ പോയതായിരുന്നു പരാതി. ഈ സംഭവത്തെ തുടർന്ന് മലയാള സിനിമയിലെ സംഘടനകൾ പിളരുക സംഭവിച്ചു. ഇപ്പോഴത്തെ സംഭവത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് അദ്ദേഹം. ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലായിരുന്നു അദ്ദേഹം മനസ്സ് തുറന്നത്. ഒരു സിനിമയ്ക്ക് വേണ്ടി ബോംബെയിലുള്ള മലയാളിയായ നിർമ്മാതാവിൽ നിന്നും 40 ലക്ഷം രൂപ വാങ്ങി എഗ്രിമെൻ്റ് ചെയ്തിരുന്നു. ഷൂട്ട് തുടങ്ങാനുള്ള ഡേറ്റ് തീരുമാനിച്ചു. കഥ എൻ്റേതാണ്. അത് പുള്ളി കേട്ട് ഓക്കെ പറഞ്ഞതാണ്. സിബി ഉദയനെ കൊണ്ടും എഴുതിക്കാനും തീരുമാനിച്ചതാണ്. 1-2 സജഷൻസ് ദിലീപ് പറഞ്ഞു. എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. തീരുമാനം എൻ്റേതാണെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ 1-2 അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഞങ്ങൾ തമ്മിൽ ഉണ്ടായെന്നും അദ്ദേഹം പറയുന്നു. ആ സമയത്ത് ഞാൻ മോഹൻലാലിൻ്റെ കോളേജ് കുമാരൻ ഷൂട്ട് ചെയ്യാൻ പോയി. ദിലീപിനോട് പറഞ്ഞിട്ടാണ് പോയത്. നിങ്ങൾക്ക് ഇപ്പോൾ ഡേറ്റ് ഇല്ലെങ്കിൽ ഞാനിത് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞു. ദിലീപ് സമ്മതിച്ചു. പക്ഷേ ഇത് പരാതിയാക്കാൻ എനിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. നടൻ സിദ്ദിഖും സംവിധായകൻ കെ മധുവുമാണ് പരാതിപ്പെടാൻ എന്നെ നിർബന്ധിച്ചതെന്നാണ് അദ്ദേഹം പറയുന്നത്. സിദ്ദിഖ് എൻ്റെ സിനിമകളിൽ ആദ്യം മുതലേ അഭിനയിക്കുന്ന നടനാണ്. മിക്ക സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്. സിദ്ദിഖിനോട് ഞാൻ ഇക്കാര്യം പറഞ്ഞിരുന്നു. പുള്ളി വേറെ സിനിമയിൽ ആ നിർമ്മാതാവിനെയും കൊണ്ട് പോയെന്ന് പറഞ്ഞു. നിങ്ങൾ പോയി പരാതിപ്പെടാൻ പറഞ്ഞു. അതിൻ്റെ ആവശ്യമില്ലെന്ന് ഞാൻ പറഞ്ഞു. മറ്റ് ആർട്ടിസ്റ്റുകൾ പ്രശ്നമുണ്ടാക്കിയേക്കുമെന്ന് പറഞ്ഞപ്പോൾ ഈ ആർട്ടിസ്റ്റ് ഒരു കുഴപ്പവും ഉണ്ടാക്കിയില്ല. നിങ്ങൾ ന്യായമായ കാര്യത്തിനാണ് പരാതി കൊടുക്കുന്നതെന്നും സിദ്ദിഖെന്ന് പറഞ്ഞിരുന്നു. കെ മധുവും അതുപോലെ എന്നെ നിർബന്ധിച്ചു. കെ മധുവിനോടാണ് ഇങ്ങനൊരു പ്രശ്നമുണ്ടെന്ന് ഏറ്റെടുക്കണമെന്നും പറയുന്നത്. അല്ലാതെ വിനയനായിട്ട് ഇങ്ങോട്ട് വന്നതല്ല. പാവം വിനയന് പുലിവാല് പിടിക്കേണ്ടി വന്നു. സിദ്ദിഖാണ് ഏറ്റവും കൂടുതൽ നിർബന്ധിച്ചത്. അങ്ങനെ ഞാൻ എൻ്റെ സംഘടനയിൽ പരാതിപ്പെട്ടു. അത് വലിയൊരു പ്രശ്നമായി. സംഘടനകൾ പിളർന്നു. മാക്ട് പിളർന്നു. വെക്കയുണ്ടായി. ഇതുവരെ ഞാൻ എവിടെയും സിദ്ദിഖിൻ്റെ പേര് പറഞ്ഞിട്ടില്ലെന്നും പ്രശസ്ത സംവിധായകൻ തുളസീദാസ് പറയുന്നു. ഈയടുത്ത് ദിലീപിനോട് പറയേണ്ടി വന്നു. അതുകൊണ്ട് ഇനി വെളിപ്പെടുത്തിയാൽ എന്താണ് കുഴപ്പം? ജോണി ആൻ്റണിക്ക് അറിയാം. എൻ്റെ ശിഷ്യനാണ്. എൻ്റെ കൂടെ 10-20 സിനിമകളിൽ കൂടെയുണ്ടായിരുന്നുവെന്നും അദ്ദേഹം പറയുന്നുണ്ട്. മലയാളം ഇന്നും ഓർത്തിരിക്കുന്ന നിരവധി സിനിമകളുടെ സംവിധായകനാണ് തുളസീദാസ്. ഇപ്പോൾ സംവിധാനത്തിൽ നിന്നും വിട്ടുനിൽക്കുകയാണ് അദ്ദേഹം.